ഹായ് ഫ്രണ്ട്സ്, ടൈറ്റോ ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻവെർട്ടറിൻ്റെ സർവീസാണ്. ബ്രാൻഡ് ലൂമിനസ് ആണ്. അതുപോലെ തന്നെ മോഡൽ സെലിയോ പ്ലസ് 1100 എന്നൊരു മോഡലാണ്. ഇത് നമുക്ക് ഇൻവെർട്ടർ മോഡ് വർക്കിംഗ് ആണ്. അതുപോലെ മെയിൻസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് ചേഞ്ച് ഓവർ സെക്ഷൻ എല്ലാം ഓക്കെയാണ്. നമുക്കിതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ, ഇവിടെ ഡിസ്പ്ലേ മോഡൽ UPS ആണിത്. ഇതിൻ്റെ ഡിസ്പ്ലേയിലൊന്നും വരുന്നില്ല, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇൻവെർട്ടർ വർക്കിംഗ് ആണ്. മെയിൻസ് മോഡിൽ ചാർജിങ്, അതുപോലെ തന്നെ ഇൻവെർട്ടർ മോഡിൽ ഔട്ട്പുട്ട് എല്ലാം ഓക്കെയാണ്. ഡിസ്പ്ലേ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നില്ല, തെളിയുന്നില്ല. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഓൺ ചെയ്യുകയാണ്. ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയിലൊന്നും കാണിക്കുന്നില്ല. കണ്ടോ, ഡിസ്പ്ലേയിൽ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഈ മെയിൻസ് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചേഞ്ച് ഓവർ ആകും. ചേഞ്ച് ഓവർ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മെയിൻസിലാണിപ്പം ഔട്ട്പുട്ട് കിട്ടുന്നത്. ഞാൻ വീണ്ടും മെയിൻസ് ഓഫ് ചെയ്യുകയാണ്. മെയിൻസ് ഓഫ് ചെയ്തു. നമുക്കിപ്പം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണുന്നില്ല, തെളിയുന്നില്ല. അപ്പോൾ നമുക്കത് അഴിച്ച് എന്താണ് കംപ്ലയിൻ്റ് എന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഡിസ്പ്ലേ. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ എന്താണ് കംപ്ലയിൻ്റ് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സർവീസ് ചെയ്യാം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതുണ്ടാവും. ഇതിനകത്ത് ശരിക്കും തെളിഞ്ഞ് കാണുന്നില്ല. ഈ ഡിസ്പ്ലേയിലൊന്നും തെളിഞ്ഞ് കാണുന്നില്ല. ഡിസ്പ്ലേയുടെ LED ലൈറ്റ് വർക്കിംഗ് ആണ്. ലൈറ്റ് നമുക്ക് കാണുന്നുണ്ട്. കണ്ടോ, ലൈറ്റ് വർക്കിംഗ് ആണ്. ഡിസ്പ്ലേയുടെ ലൈറ്റ് വർക്കിംഗ് ആണ്, പക്ഷേ ഡിസ്പ്ലേയിലൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ സൈഡ് കണക്ടർ നന്നായിട്ട് ബേൺ ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് കണക്ടർ നന്നായിട്ട് ബേൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഴിച്ച് അത് ബോർഡ് ഫുൾ അഴിക്കണം. അഴിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് പ്രശ്നമെന്ന് നോക്കാം. ഈ ഭാഗത്ത് നന്നായിട്ട് ബേൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് അഴിച്ച് കഴിഞ്ഞിട്ട് ഇതിന് അടിയിൽ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എന്തൊക്കെ ട്രാക്കൊക്കെ എറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ബ്ലോയർ ചെയ്ത് ക്ലീൻ ചെയ്യുക. അതുപോലെ ബോർഡും അതുപോലെ ബ്ലോയർ ചെയ്ത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് IP ഉപയോഗിച്ച് ബ്രഷ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്കത് സർവീസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്യാബിനറ്റ് എല്ലാം ക്ലീൻ ചെയ്തു. നല്ല വൃത്തിയായിട്ട്
ബ്രഷ് വെച്ച് അതിനുശേഷം എയർ ബ്ലോവർ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ഇതിനകത്തെ വയറുകൾ ചിലത് കരിഞ്ഞതായിരുന്നു. കരിഞ്ഞ വയറുകളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വയറുകളും കരിഞ്ഞത് കട്ട് ചെയ്തിട്ട് നല്ല പുതിയ വയറുകളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പുതിയ കോപ്പർ വയറുകളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പുതിയ വയറുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം ഈ പുതിയ കണക്ടറുകൾ നമുക്ക് കണക്ട് ചെയ്യണമെന്നാണ് ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെയും വിചാരിച്ചു നമുക്ക് ഈ ബോർഡിൽ സോൾഡർ ചെയ്ത് വെക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഈ ഭാഗത്തായിരുന്നു കണക്ടർ ഉണ്ടായിരുന്നത്. അപ്പം ഈ കണക്ടറിൻ്റെ ഈ കണക്ടറായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ കണക്ടർ ഇവിടെ ഇരുന്ന് ഫുള്ള് കരിഞ്ഞു പോയിരുന്നു. കണക്ടർ നമുക്ക് ഇടുന്നതിലും നല്ലത് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം സോൾഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സോൾഡർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഇവിടെ ലൂസ് കോണ്ടാക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇവിടെ കരിഞ്ഞത്. ഇപ്പം നമ്മളെല്ലാം അത് ഇളക്കി കളഞ്ഞ് ഡീസോൾഡർ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, അതുപോലെ IPA വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഭാഗത്ത് നമുക്ക് ഫ്ലെക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം വയർ സോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിലാണ് നല്ല വയറാണ് നമ്മൾ ഫുള്ള് വയർ ചെയ്തേക്കുന്നത്. അപ്പം പുതിയ വയറാണ് ഇതെല്ലാം. നല്ല പുതിയ വയർ നമ്മൾ കളർ കോഡ് അനുസരിച്ച് അതനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അതേ കളർ തന്നെ, യെല്ലോ, റെഡ്, ബ്ലൂ, ബ്ലാക്ക് എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളിതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിരുന്നു. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ഡിസ്പ്ലേ ആണ്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്യണം. അപ്പം ഡിസ്പ്ലേ വന്ന കവർ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പഴയ ഡിസ്പ്ലേ. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പുതിയ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഇതുണ്ട്, നമുക്ക് ഇളക്കി കളയണമെങ്കിൽ ഒരു സ്റ്റിക്കർ. സ്റ്റിക്കർ ഇളക്കി കളഞ്ഞാൽ മതി. ഇപ്പോൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. ഇത് പുതിയ ഡിസ്പ്ലേ ആണ്. അപ്പം പഴയ ഡിസ്പ്ലേ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പഴയ ഡിസ്പ്ലേ. ഇതിന് കംപ്ലൈൻ്റ് ആണ്. നമുക്കിനി ഈ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോയുടെ ബാക്കി കാര്യങ്ങൾ, ടെസ്റ്റിങ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം വീഡിയോ ലെങ്ത് ആകുന്ന കാരണമാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾ പാർട്ട് 2 കാണുക. ആ വീഡിയോയിലേക്ക് പോകുന്നതുവരെ ബൈ.